പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പരാബോള ആൻഡ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. പരാബോള ഈസ് എ കർവ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ നേരത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കർവിനെ എന്ത് പറയുന്നത്? പരാബോള എന്ന് നമ്മൾ പറയുന്നത്. ഈ രീതിയിലായിരിക്കും പരാബോള ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ കോണിക് സെക്ഷൻ ഫോംഡ് വെൻ എ പ്ലെയിൻ intersect of a cone parallel to the x-axis of the cone. The general equation of parabola is a y is equal to ax square plus bx plus c. അത് വെർട്ടിക്കൽ പരാബോള ആയിരിക്കും. വെർട്ടിക്കൽ പരാബോള പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. അടുത്ത് x is equal to ay square plus by plus c. അത് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ പരാബോള ആയിരിക്കും. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിൽ a b c കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഡിറ്റർമിൻ ദ ഷേപ്പ് ആൻഡ് പൊസിഷൻ ഓഫ് ദ പരാബോള. ഷേപ്പും പൊസിഷനും ഒക്കെ തീരുമാനിക്കുന്നത് എന്തായിരിക്കും? a b c. അത് കോൺസ്റ്റന്റ് ആണ്. Okay, a is greater than 0. Parabola is open upward. Upward open ആയിരിക്കും. To the right, horizontal. If horizontal ആണെങ്കിൽ റൈറ്റിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അപ്വാർഡിലേക്ക് ആയിരിക്കും. വെർട്ടിക്കൽ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഈ സൈഡിലേക്ക് ആയിരിക്കും. ഇനി a is less than 0. a less than 0 ആണെങ്കിൽ ഡൗൺവാർഡ് ആയിരിക്കും അതിന്റെ കർവ്. ഓക്കെ, വെർട്ടിക്കൽ ആണെങ്കിൽ ഡൗൺവാർഡിലായിരിക്കും. ഈ രീതിയിലുണ്ടാവുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കേസ് ഈ രീതിയിൽ. ഓക്കെ, റൈറ്റ് ആംഗിൾ റൈറ്റ്. അടുത്തെന്തായിരിക്കും? അടിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ. അതുപോലെ തന്നെ ലെഫ്റ്റിലേക്ക് ആയിരിക്കും. നമ്മൾ ഇത് വരക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കുക. ഒരു ഉദാഹരണം ഇതായിരിക്കും. a is greater than 0 അല്ലെങ്കിൽ a is greater than 0. ഈ രീതിയിലായിരിക്കും. ഇനി a is less than 0 ആണെങ്കിൽ ഈ രീതിയിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ. ഓക്കെ, അതാണ് ഈ പരാബോളയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിന് ഇതാണ് പരാബോള എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വേർട്ടിക്സ് എന്ന് പറയും. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ അതിനെ പരാബോള എന്ന് പറയും. ഇതിനെ നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറയും. വേർട്ടിക്സ് ദ ഹയസ്റ്റ് ഓർ ലോവസ്റ്റ് പോയിന്റ് ഓൺ ദ പരാബോള. വേർട്ടെക്സ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർ ലോവസ്റ്റ് പോയിന്റ് ഓൺ ദ പരാബോള. ഈ പോയിന്റിനെ എന്ത് പറയാം? വേർട്ടെക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ആക്സിസ് ഓഫ് സിമെട്രി. ആക്സിസ് ഓഫ് സിമെട്രി ദ വെർട്ടിക്കൽ ലൈൻ ദാറ്റ് ഡിവൈഡ് പരാബോള ഇൻടു 2. രണ്ടായിട്ട് പരാബോളനെ ഡിവൈഡ് ചെയ്യാം. നോക്കാം, ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഇതിനെ എന്ത് പറയാം? ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയാം. ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് എ ഫിക്സ്ഡ് പോയിന്റ് യൂസ്ഡ് ടു ഡിഫൈൻ പരാബോള. പരാബോള ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഫിക്സ്ഡ് പോയിന്റ്, എവരി പോയിന്റ് ഓൺ ദ പരാബോള ഈസ് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ദ ഫോക്കസ് ഓൺ ദ ഡയറക്ട്രിക്സ്. ഫോക്കസും ഡയറക്ട്രിക്സും തമ്മിൽ ഇക്വി ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇതാ ഈ പോയിന്റ്, ഓരോ പോയിന്റിൽ ഇക്വി ഡിസ്റ്റൻസ്, അതിനെ ഫോക്കസ്. ഇനി ഡയറക്ട്രിക്സ് എ ലൈൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് സിമെട്രി ഓഫ് ദ പരാബോള യൂസ്ഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ദ പരാബോള. പരാബോളയുടെ ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വെർട്ടിക്കൽ പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കുക. അതിനാണ് എന്ത് പറയാം? ഡയറക്ട്രിക്സ്. ഈ ലൈൻ നോക്കുക, ഇതിനാണ് എന്ത് പറയാം? ഡയറക്ട്രിക്സ് എന്ന് നമ്മൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ x is equal to b minus b divided by 2a, അത് സോൾവ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. x is equal to plug 2. അപ്പോൾ നമുക്ക് വെർട്ടെക്സ് 2, -1 എന്ന് കിട്ടും. ഇനി റെക്ടാങ്കുലർ ഹൈപ്പർബോള. റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഹൈപ്പർബോള where the asymptotes to the perpendicular to each other. It is a conic section that is formed when a plane intersect a cone in particular angle. നമ്മൾ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുമ്പോൾ അതിന്റെ ലൈൻ എന്ന് പറയുന്നത് ദിസ് ഈസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. എക്കണോമിക്സിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഡിമാൻഡ് കർവ് ഒക്കെ ശരിക്കും റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. ജനറൽ ഇക്വേഷൻ റെക്ടാങ്കുലർ ഹൈപ്പർബോളക്ക് xy ഈക്വൽ ടു c². ഓക്കെ, c is a constant. Standard form of equation rectangular hyperbola can also be written as x² divided by a² minus y² divided by b² is equal to 1. അല്ലെങ്കിൽ y² divided by a² minus x² divided by b² is equal to 1. ഈ രീതിയിലാണ് ഇതിനെ സോൾവ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.